ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇത്തരം നല്ലൊരു ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. അതിന് ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ അമ്മയുടെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് എന്റെ ഫ്രണ്ട് സരയുനോടും നന്ദി അറിയിക്കട്ടെ. സരയു ആണ് ഷോർട്ട് നോട്ടീസിലാണെങ്കിലും എന്നോട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞത്. വി വർ അവെയർ ഓഫ് ദാറ്റ് ദിസ് വെബിനാർ സീരീസ് ഇസ് ഹാപ്പനിങ് ഫോർ ദ പാസ്റ്റ് 1 month or so, and we actually take this opportunity to thank all those who are taking an initiative to create an awareness. സ്വസ്തി ഫൗണ്ടേഷനും IRI ഒക്കെ ഇതിന്റെ ഭാഗമാണ് എന്നറിയാം. നിങ്ങൾ ഇത്തരം നല്ലൊരു ആശയവുമായി മുന്നോട്ട് വന്നു. അമ്മയിലെ പല അംഗങ്ങൾക്കും അതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി അനുഭവിച്ച് കഴിഞ്ഞു. ഇനിയും കുറച്ച് ആൾക്കാർ അത് എന്താ പറയുക, ഈ ഒരു മാസം അവസാനിക്കുന്നതിന് മുമ്പായി പല ടെസ്റ്റുകളും ഡയഗ്നോസിസ് ടെസ്റ്റുകളൊക്കെ മാമോഗ്രാം ഒക്കെ ചെയ്യാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ എല്ലാ പ്രിവിലേജസും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അതിന് ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാണ് ആദ്യമായി തന്നെ. പിന്നെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഹേമചന്ദ്രൻ സാറിനെ പോലെ ഡോക്ടർ ദിവ്യ മാം, ബെന്നി മാം, ഡോക്ടർ കെവിൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഡിഗ്നിറ്ററീസിന്റെ ഒപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കുറച്ച് സമയം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ബീങ് സ്കോളർ, ടീച്ചർ, ഞാനൊരു ഗവേഷക വിദ്യാർത്ഥിനി കൂടിയാണ്. അപ്പൊ എന്റെ PhD തീസിസ് ജസ്റ്റ് കഴിഞ്ഞ മാസമാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഡിസബിലിറ്റി സ്റ്റഡീസിനെ കുറിച്ചായിരുന്നു എന്റെ തീസിസ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെയധികം റിലേറ്റ് ചെയ്യാൻ തോന്നി. കാരണം മെഡിക്കൽ കെയർ പ്രൊഫഷണൽസിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇപ്പൊ സാറ് പറഞ്ഞു നിർത്തിയ സ്ഥലത്തു നിന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് പറയാൻ ഉള്ളത്. കാരണം ഒരു ഡിസീസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഞാനിപ്പോ ലൈഫ് നറേറ്റീവ്സ്, ഡിസേബിൾഡ് ആയിട്ടുള്ള ഇന്ത്യൻ 4 വനിതകളുടെ ലൈഫ് നറേറ്റീവ്സിലാണ് ഞാൻ എന്റെ ഗവേഷണം ചെയ്തത്. അപ്പം വാട്ട് ആർ വി, സംബഡി മെമ്മോസ് ആണോ നോബഡി മെമ്മോസ് ആണോ? അതായത് നമ്മളൊരു പെട്ടെന്ന് ഒരു അവസ്ഥ നമ്മുടെ ലൈഫിലേക്ക്, ഒരു മെഡിക്കൽ കണ്ടീഷൻ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അതൊരു ഇമ്പയർമെന്റ് ആണ്. അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, എല്ലാം ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ട്രോമ അല്ലെങ്കിൽ അവരുടെ ലൈഫ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നത്തെ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിന് മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിനെ കുറിച്ചും എവ്ലിൻ ലോഡറിനെ കുറിച്ചും ഇങ്ങനെ വായിക്കുകയായിരുന്നു. ഹൗ ഷി പോപ്പുലറൈസ് ദിസ് പിങ്ക് മന്ത്, ദ കോൺസെപ്റ്റ് ഓഫ് പിങ്ക് റിബൺ ആൻഡ് ഓൾ ദാറ്റ്. അത് മാത്രമല്ല, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെയുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുന്നു. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇതൊരു ഹിമാലയം കീഴടക്കുന്ന പോലെ ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ആണ് എന്നുള്ളത് പോലെയല്ല, മറിച്ച് ഇത് ലൈഫിൽ ഒരു സാധാരണമായി സംഭവിക്കുന്ന, ആർക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഡിസബിലിറ്റി ഈസ് ഫ്ലൂയിഡ്, നമ്മളെല്ലാവരും അതിന് പ്രോണാണ്. എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഒരു വൈകല്യം, ഒരു ആക്സിഡന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു അസുഖം വഴിയോ ഒക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പൊ അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണ്, അതൊരു ഇമ്പയർമെന്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അതിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതൊരു വലിയ കാര്യമാണ്. പക്ഷെ അതിന് എത്രത്തോളം ആൾക്കാർക്ക് അത് സാധ്യമാണ് എന്നുള്ളതാണ്, ആ ഒരു അവയർനെസ് എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു, വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ പോലും പലപ്പോഴും മറ്റുള്ള ടൈപ്പ് ഓഫ് റെമഡീസിനോ അല്ലെങ്കിൽ സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ്, നമ്മുടെ കൾച്ചറൽ സിസ്റ്റം, വാല്യൂ സിസ്റ്റം, ഇതെല്ലാം ഇതിന് വളരെ എംബഡഡ് ആയി കിടക്കുന്ന ഒരു കാര്യമാണ്, ഇന്റർട്വൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ആ ഒരു സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ചെയ്യാവുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. അത് എത്രത്തോളം ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ജനറൽ ഹെൽത്ത് സിസ്റ്റം ഒക്കെ വളരെയധികം മികച്ചതാണെന്ന് ബോസ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അല്ലെ. അവിടെ ആണെങ്കിൽ പോലും, കേരളത്തിലാണെങ്കിൽ പോലും നമുക്കൊരു എന്താ പറയാ, ഇപ്പോഴത്തെ ഈ WHO തീം തന്നെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം, എവറി സ്റ്റോറി ഈസ് യൂണീക്ക്, എവറി ജേർണി മാറ്റേഴ്സ് എന്നാണല്ലോ ഈ മാസത്തെ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്തിന്റെ തീമായിട്ട് അവർ നൽകിയത്. അപ്പം ഓരോരുത്തരുടെയും ലൈഫ് വളരെ പ്രഷ്യസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിനായിരിക്കും അത് ഏറ്റവും വാല്യുബിൾ ആവുന്നത്. ആ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ ആ ജേർണി മാറ്റേഴ്സ് എന്നുള്ളത് ഒരു പൊതുസമൂഹം മനസ്സിലാക്കുമ്പോൾ, ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റിയുമുള്ള ഒരു കമ്മ്യൂണിറ്റി, ഫാമിലി ആയാലും ശരി, അത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിലും ശരി, ഒരു പബ്ലിക് അവയർനെസ് ആണെങ്കിലും ശരി, അതെല്ലാം അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ട് ആ ഒരു പേഴ്സണ്, ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു വിക്ടിം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു രോഗിക്ക് ആ ഒരു സാഹചര്യത്തിനെ മറികടക്കാനുള്ള എല്ലാ സപ്പോർട്ടിങ് സിസ്റ്റവും നൽകുക എന്നുള്ളത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ ആദ്യ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് ഏർലി ഡിറ്റക്ഷൻ ഇസ് ബെറ്റർ, വളരെ പ്രിവെന്റീവ് ആണെന്ന് നമുക്കറിയാലോ. അപ്പം
അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ചു എന്നുള്ളതും തീർച്ചയായിട്ടും ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരെയും അഭിനന്ദിക്കുകയാണ്. അത് മാത്രമല്ല ആ ഡയഗ്നോസ്റ്റിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇന്നത്തെ ഈ ഒരു ടൈറ്റിൽ തന്നെ വളരെ അട്രാക്റ്റീവായി തോന്നി. വാട്ട് ഇഫ് യുവർ ടെസ്റ്റ് ആർ അബ്നോർമൽ എന്നുള്ളത്, ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. ഒരു ഞാനിങ്ങനെ എന്റെ തീസിസുമായി ബന്ധപ്പെട്ട് ഞാൻ വായിച്ചപ്പോൾ ഞാൻ മെമ്മോർ ഓഫ് മിസ് ചാൻസ് ആണ്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഒരു ടെസ്റ്റ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ വി ആർ ട്രാപ്ഡ് ഇൻ എ ഡാർക്ക് ഹോൾ. നമുക്ക് അറിയില്ല എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ലൈഫ് നെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് സന്ദേഹങ്ങളും ആങ്സൈറ്റീസ്, സ്ട്രെസ്, പേടി, ഭയം, ഇതെല്ലാം ഇത് അനുഭവിക്കുന്ന ഇതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോ അതെല്ലാം എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം മെഡിക്കൽ കെയർ പ്രൊഫഷണൽസിന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. ഒരു തെറാപ്പറ്റിക് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പൊ ഒക്കെ കുറെ മച്ച് ബെറ്റർ ആണ്. ഡോക്ടേഴ്സ് തന്നെ അത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഏറെ ആശ്വാസകരമാണ്. പക്ഷെ ഡോക്ടേഴ്സിന് പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസുമായിട്ട് ഹെൽഡപ്പ് ആവുമ്പോൾ അവർക്ക് എത്രത്തോളം സമയം ഓരോ പേഷ്യൻസിനും ഇതിനൊക്കെ ലഭിക്കുന്നു, ഇതൊക്കെ ചെയ്യാനും. ഇറ്റ്സ് ലൈക്ക് എ കൗൺസിലിംഗ് അല്ലെ. അപ്പോ അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതിന് പറ്റുമോ പലപ്പോഴും എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കൂടി ഇവിടെ ഉണ്ടാവണം. ഈ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ്സ് ജസ്റ്റ് എ കണ്ടീഷൻ. അത് ഇറ്റ്സ് ജസ്റ്റ് മാറ്റർ ഓഫ് ഫ്യൂ മന്ത്സ് ആൻഡ് ഇഫ് ഗിവൻ റൈറ്റ് ഇന്റർവെൻഷനോട് കൂടി നമുക്ക് മറികടക്കാവുന്ന ഒരു ചെറിയ അവസ്ഥ മാത്രമാണ് അത് എന്നുള്ളത് നമ്മൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു മെസ്സേജ് ആണ് നമ്മൾ ഒരു സമൂഹത്തിന് നൽകേണ്ടത്. പല ആൾക്കാരും പേടി കാരണവും ചില ആൾക്കാർ അല്ലെങ്കിൽ ഭയം കാരണം അല്ലെങ്കിൽ ഇക്കണോമിക് പ്രശ്നങ്ങൾ കാരണം, മോണിറ്ററി റീസൺസ് കാരണം ഒക്കെ ഇത് മറച്ചു വെക്കുന്നുണ്ടാവും. അവസാനം വരെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ആരോടും ഷെയർ ചെയ്യാതെ. അതുപോലെ തന്നെ സാർ പറഞ്ഞ വേറൊരു കാര്യമാണ് ഒരു സൊസൈറ്റൽ വേർഷൻ ഇതിന്. തീർച്ചയായിട്ടും നമ്മൾ എത്ര ഇല്ല, നമ്മളൊക്കെ വളരെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞാലും അത് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ക്യാൻസർ എന്ന് മാത്രമല്ല, മറിച്ച് എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ. സ്ത്രീകൾക്ക് പൊതുവിൽ എനിക്ക് തോന്നുന്ന ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത്, ഞാൻ ഇൻക്ലൂഡിങ് എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഹെൽത്ത് അറ്റ്ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനും മറ്റുള്ള പല കാര്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ട് നമ്മുടെ സോഷ്യൽ കൾച്ചറൽ കണ്ടീഷനിങ് കാരണം നമുക്കുണ്ടാവും. അപ്പൊ അങ്ങനെ അല്ലാതെ 30 കഴിഞ്ഞ അല്ലെങ്കിൽ 40 കഴിഞ്ഞ അല്ലെങ്കിൽ ഇത്ര പ്രായം എന്നൊന്നുമില്ല, കഴിഞ്ഞ ആൾക്കാർ റെഗുലർലി ഇത്തരം മാമോഗ്രാം പോലെയുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാവണമെന്നും അത് മാത്രമല്ല ഏർലി ഡിറ്റക്ഷൻ വളരെ അധികം ഹെൽപ്ഫുൾ ആവും എന്നുള്ളതും. അങ്ങനെ എന്തെങ്കിലും സന്ദർഭം വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ നമ്മൾ ഒറ്റയ്ക്കല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഏറ്റവും ഒരാളെ തളർത്തുന്നത് അയാളോ അയാളുടെ കുടുംബമോ ഒറ്റപ്പെട്ടു പോകുമോ പല റീസൺസ് കാരണം എന്നുള്ള ഒരു ഭയമായിരിക്കാം. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒപ്പമുണ്ട് എന്നുള്ള ഒരു സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി എന്താ പറയാ നമുക്ക് നൽകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് IIRAയും സ്വസ്തി ഫൗണ്ടേഷനും ഇത്തരം ഒരു ഇനീഷ്യേറ്റീവുമായി മുന്നോട്ട് വന്നതിന് ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു ഈ അവസരത്തിൽ. ഇനിയും വരും കാലങ്ങളിൽ ഇത്തരം നല്ല പ്രോഗ്രാംസുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അമ്മയുടെ ഭാരവാഹികളെല്ലാം അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. താങ്ക്സ് that we have elected a very efficient team right now. So hats off to all of you. Thank you so much for inviting me for this webinar. I would love to listen from the experts all out here. So thank you so much and wish you all a very good evening. എല്ലാ ആശംസകളും. നന്ദി.